प्यारे छात्रों, नमस्ते। आनंद की फुलचड़ियाँ। आनंद की फुलचड़ियाँ निबंध में हमने 3 घटनाएँ अब तक पढ़ चुके हैं। अब अगली एक घटना आज मैं आपको सिखाने जा रही हूँ। पाठ्य पुस्तिका में पेज नंबर 55 लास्ट पैराग्राफ देखिए। अपने काम से एक बार मुंबई जा रहा था. तो ലേഖക് തൻ്റെ ഒരു ജോലി ആവശ്യത്തിനായി മുംബൈയിലേക്ക് പോവുകയാണ്. ഒരു തവണ മുംബൈയിലേക്ക് പോയ കാര്യമാണ് അദ്ദേഹം ഇവിടെ വർണ്ണിക്കുന്നത്. लड़ाई के कारण कंपनी ने गाड़ियों की संख्या कम कर दी थी, इसलिए भीड़ खूब रहती थी. ലോകമഹായുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ ഗാഡിയോങ്കി സംഖ്യ കം കർദി, ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി കമ്പനി വണ്ടികളുടെ എണ്ണം കുറച്ചു. റെയിൽ ഗാഡിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ട്രെയിനിൽ കയറിയാണ് ലേഖകിന് മുംബൈയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ട്രെയിനുകളുടെ എണ്ണം കുറച്ചു. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഭീഡ് ഖൂബ് രഹത്തി ഥി, ഭീഡ് തിരക്ക്, വല്ലാത്തൊരു തിരക്കുണ്ടായിരുന്നു, നന്നായി തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് ലേനെ കെ ലിയെ ബാക്കായത ചീന ചപ്പട്ടി ഹോത്തി ഥി, ടിക്കറ്റ് എടുക്കാനായി ആവശ്യമില്ലാത്ത ഉന്തും തള്ളും ഒക്കെ അവിടെ നടന്നു. ഖിഡ്കി കെ പാസ് ഭീഡ് ലഗി ഹുയി ഥി, ജനലിൻ്റെ അടുത്ത് വല്ലാത്ത തിക്കും തിരക്കും. കാരണം ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ക്യൂ നിൽക്കാനൊന്നും ആളുകൾ തയ്യാറാവില്ല. ട്രെയിനിൻ്റെ കാര്യം നമുക്കറിയാം. കൃത്യം ആ സമയത്ത് ആ ട്രെയിൻ പുറപ്പെടും അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ആർക്കൊക്കെ ടിക്കറ്റ് കിട്ടുന്നോ അവർക്ക് മാത്രമേ ട്രെയിനിൽ കയറാൻ പറ്റൂ. അപ്പോൾ ആ സമയം അടുക്കാറാവുമ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടില്ലേ എന്ന വെപ്രാളത്തിൽ ക്യൂ എല്ലാം മറന്ന ആളുകളെല്ലാം കൂട്ടം കൂടി അങ്ങ് ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ ജനലിൻ്റെ അടികളിൽ വല്ലാത്ത തിക്കും തിരക്കും ഉണ്ടാക്കി. ടിക്കറ്റ് ബാബു ബേച്ചാരെ പരേശാനി സെ ടിക്കറ്റ് ബനാത്തെ ജാത്തേ ഥേ, ടിക്കറ്റ് ബാബു, ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആൾ, ആ കൗണ്ടറിനകത്തിരുന്ന് ടിക്കറ്റ് കൊടുക്കുന്ന ആൾ, ബേച്ചാരെ പാവം, പരേശാനീസ്, അയാളങ്ങ് വെപ്രാളപ്പെടുകയാണ്. പരേശാൻ, അയാൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കാരണം പല ആളുകൾ, പല കൈകളിലും പൈസ അല്ലേ. ഓരോരുത്തരും പറയുന്നു ഈ കയ്യിൽ പൈസ ഇരിക്കുന്ന ആണോ മുംബൈയിൽ പോകണം എന്ന് പറയുന്നത്, അതോ വേറെ ആളാണോ, ഒന്നും തിരിച്ചറിയാൻ വയ്യ. ജോലി കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ ആകെ ടെൻഷനിലാണ്. പരേശാനിയും സി ടിക്കറ്റ് ബനാത്തേ ജാത്തേ, അയാളുടെ കഴിവിൻ്റെ പരമാവധി സ്പീഡിൽ അയാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. ലേക്കിൻ ഉസ് ചോട്ടി സി ഖിഡ്കി മേ ന ജാനേ കിത്തനെ ഹാത്ത് ഖുസ് രഹേ ഥേ, ആ ഒരു ചെറിയ ജനലഴിയിലൂടെ എത്രയെങ്കിലും കൈ ഒരുമിച്ചാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് ടിക്കറ്റിന് വേണ്ടി. ന ജാനെ കിത്തനി ആവാസ ആരഹീതി, ഒരേ സമയം ഒരുപാട് ശബ്ദവും വന്നുകൊണ്ടിരുന്നു. ദോ ടിക്കറ്റ് അമരാവതി, ബാബു 3.5 ആകോല, ജൽദി ദേന. അമരാവതിയിലേക്കും ആകോലയ്ക്കും ഒക്കെ 2 ടിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പല ശബ്ദം വരികയാണ്. അരേ ഗാഡി തൊ ചൂട്ടി ജാ രഹി ഹൈ, അയ്യോ ഇപ്പോൾ വണ്ടി വിടും, നിങ്ങൾ ടിക്കറ്റ് താ എന്ന് പറഞ്ഞ് ബാബു നാസിക്കായ ടിക്കറ്റ്, നാസിക്കിൽ പോകാൻ ഒരു ടിക്കറ്റ് വേണം സാറേ, പെട്ടെന്ന് താ. ഇങ്ങനെ പല സ്ഥലത്തു നിന്നും പല തരത്തിലുള്ള ടിക്കറ്റ് വാങ്ങാനുള്ള ശ്രമവും ശബ്ദവും ബഹളവുമാണ്. ടിക്കറ്റ് ബാബുവിന് ആരെന്ത് പറയുന്നു എന്ന് പോലും കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരവസ്ഥ. ടെഹരോ ടെഹരോ, ടിക്കറ്റ് ബാബു ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, നിർത്ത്, സ്റ്റോപ്പ്. ടിക്കറ്റ് ബാബു कहते जा रहे थे और पसीना പോഞ്ചത്തെ एक ആദ്മി को നിപട്ടാത്തെ जा रहे थे. വേർത്തൊഴുകുകയാണ് ടിക്കറ്റ് ബാബു. തൻ്റെ പസീന, വേർപ്പ് തുടച്ചുകൊണ്ട് വീണ്ടും തുടച്ചിട്ട് ഓരോ മനുഷ്യനെയും ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞയക്കാൻ അയാൾ ശ്രമിക്കുകയാണ്. ഏക് ആദ്മിക്കോ, ഓരോ മനുഷ്യരെയും, നിപ്പട്ടാത്തെ ജാ രഹേ ഥേ, മടക്കി അയക്കാൻ ശ്രമിക്കുകയാണ്. और उधर गाड़ी आने का वक्त हो रहा था, അവിടെ വണ്ടി വരേണ്ട സമയമായി കഴിഞ്ഞു. ലോഗോं का धीरज छूटने लगा, ആൾക്കാരുടെ ക്ഷമ നശിച്ചു.
താനേ കശി ശുരു ഹോ ഗയി. അവർ ഓരോന്ന് പറയാൻ തുടങ്ങി, ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ തുടങ്ങി. അരേ ഭയ്യ ദക്ഷിണ ചढ़ाओ, അബ് ജൽദി ടിക്കറ്റ് മിലേഗ. ഓ, ഇനി നിങ്ങൾക്ക് പ്രത്യേകം കൈക്കൂലി തരണോ, ദക്ഷിണ തരണോ, എന്നാലേ നിങ്ങൾ ടിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞ് ഈ ടിക്കറ്റ് ബാബുവിനെയാണ് എല്ലാവരും അങ്ങ് ചീത്ത പറയാൻ തുടങ്ങി. ഏക് ബോലെ ബഡി ഇൻ എഫിഷ്യൻസി ഹെ. ഒരു കഴിവുമില്ലാത്ത മനുഷ്യൻ. ഇൻഎഫിഷ്യൻസി ഇംഗ്ലീഷ് വേർഡിനെ ഹിന്ദിയിലോട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു കഴിവ് കെട്ടവൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. സത്യത്തിൽ അവിടെ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യാണ് ഈ ടിക്കറ്റ് ബാബു എന്ന് ശ്രദ്ധയോടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏക് സൂട്ട് പെഹനെ ഹുയെ സാഹബ് ഫർമായ. അത് പറയുന്നത് ഒരു സൂട്ടൊക്കെ ഇട്ട ഒരു കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ഒരു സാറാണ്, ഒരു ഉദ്യോഗസ്ഥനെങ്ങാണ്ടുമാണ്. യാത്ര ചെയ്യാൻ വന്ന യാത്രക്കാരനാണ് അയാളും. ഹം സ്റ്റേഷൻ മാസ്റ്റർ സെ ശിക്കായത് കരയും ദൂസരേനെ ധംകായ. ഇത്രയൊന്നുമല്ല, വേറൊരാൾ ഭീഷണിപ്പെടുത്താണ്, ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററോട് പരാതിപ്പെടും, നിങ്ങൾ സമയത്ത് ടിക്കറ്റ് തന്നില്ല, നിങ്ങൾക്കൊരു എഫിഷ്യൻസി ഇല്ല, നിങ്ങളെ ജോലിയെന്ന് പറഞ്ഞു വിടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ധംകാനെ ലഗ, ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. लेकिन टिकट बाबू इन बातों को सुना अनसुना करके अपना काम करते रहे. പക്ഷേ ആ ടിക്കറ്റ് ബാബു ഈ തന്നെ വഴക്ക് പറയുന്നതോ തന്നെ മോശമായി ചിത്രീകരിക്കുന്നതോ ഒന്നും ശ്രദ്ധിക്കാതെ ആത്മാർത്ഥതയോടെ തൻ്റെ ജോലി ഇങ്ങനെ മാക്സിമം സ്പീഡിൽ ചെയ്യാണ്. അൻസുന കർക്കെ, കേൾക്കാത്ത മട്ടിൽ തൻ്റെ ജോലി തുടർന്നു കൊണ്ടേയിരുന്നു. कभी कभी नाराज़ हो जाते तो अपनी नाराज़ी जो ताने कस रहे थे उन्हें टिकट देर से देकर निकालने की कोशिश करने लगे. പക്ഷേ അയാൾ ഒരു മനുഷ്യനാണ് അല്ലേ, ക്ഷമ നശിക്കുമ്പോൾ കബി കബി നാറാസ് ഹോ ജാത്തെ, പുള്ളിക്ക് ദേഷ്യം വരും. എന്നിട്ട് തൻ്റെ ദേഷ്യം, തൻ്റെ നാരാസി താനേ കസ്രഹേ, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്പം ടിക്കറ്റ് അല്പം ഒന്ന് വൈകിച്ച് കൊടുത്ത് പണിഷ് ചെയ്യുന്നത് പോലെയും അയാൾ ചെയ്യാതിരുന്നില്ല. അതിനുള്ള ശ്രമവും അയാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളൊരു മനുഷ്യനാണ്. സ്വാഭാവികമായും ആവശ്യമില്ലാതെ തന്നെ വഴക്ക് പറയുന്നവരോട് അയാൾക്കൊരു ദേഷ്യം വരും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പൈസ വാങ്ങാതെ മറ്റു നല്ല ആളുകളായി മിണ്ടാതെ നിന്ന് ക്യൂ നിൽക്കുന്നവരെ നിന്ന് വേഗം പൈസ മേടിച്ച് ടിക്കറ്റ് കൊടുക്കാനും അയാൾ ഒരല്പ ശ്രമമൊക്കെ നടത്തി. എന്നാലും മറ്റവരെയും ടിക്കറ്റും കൊടുക്കുന്നുണ്ട്. മേ പാസി ഖടാധ. അപ്പോൾ നമ്മുടെ റൈറ്റർ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ടിക്കറ്റ് ബാബുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ടിക്കറ്റ് ലേന ബാക്കി ഹീ ഥ, എനിക്ക് അടുത്തുടനെ ടിക്കറ്റ് കിട്ടും. മേനെ അപ്പനെ പാസ് കെ മുസാഫിറോ സെ ധീരെ സെ കഹ, ഞാൻ എൻ്റെ അടുത്ത് നിന്ന മുസാഫിർ യാത്രക്കാരോട് പതുക്കെ പറഞ്ഞു, സര ടഹരിയ ഭായി സാഹബ്, ഒന്ന് നിർത്തൂ എൻ്റെ സാറേ. ഈ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യരോടൊക്കെ ആയിട്ട് പതുക്കെ ഒന്ന് പറഞ്ഞു, ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കും, ഒന്ന് മിണ്ടാതെ നിൽക്കൂ. ദേഖേ ബേച്ചറ ബാബു കിത്തന ഫസ് രഹാ ഹെ, നിങ്ങളൊന്ന് നോക്ക്, ഈ ടിക്കറ്റ് ബാബു എന്തുമാത്രം പ്രയാസപ്പെടുന്നു. ഇസ് ലഡായിനെ റെയിൽവേ കർമ്മചാരിയോ പർ തോ ബേഹദ് കാം കാ ബോച്ച ഡാൽ ദിയാ ഹെ. ഈ യുദ്ധം റെയിൽവേ ജോലിക്കാരെയാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ ജോലിക്കാരുടെ തലയിലാണ് ഭാരം വച്ചിരിക്കുന്നത്. കാം കാ ബോച്ച ഭാരം, ജോലി ഭാരം അമിതമായി താങ്ങേണ്ടി വന്നത് റെയിൽവേ ഉദ്യോഗസ്ഥർക്കാണ്. ജിസ്മേ ചോട്ടെ ക്ലർക്കോ കാത്തോ മരൺ ഹെ, അതിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നത് ഈ റെയിൽവേ ടിക്കറ്റ് ബാബുവിനെ പോലെയുള്ള ചെറിയ ക്ലർക്കന്മാർക്കാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഭാരിച്ച ജോലികൾ ചെയ്യിക്കുന്നത് ഇവരെ കൊണ്ടാണ്. ഉസ് ഗരീബ് ടിക്കറ്റ് ബാബു പർ ഇൻ ശബ്ദവും കാ അജീബ് അസർ പട. ആ പാവപ്പെട്ട ടിക്കറ്റ് ബാബുവിന് എൻ്റെ ഈ വാക്കുകൾ അജീബ് വിചിത്രമായ, അതായത് അയാൾ അത്ര തളർന്നിരുന്ന ഒരു മനുഷ്യനാണ്, എന്നിട്ടും അയാൾക്കൊരു വിചിത്രമായ ഒരു സ്വാധീനമുണ്ടായി എൻ്റെ ഈ വാക്കുകൾ. ഞാൻ ടിക്കറ്റ് ബാബുവിൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ ആ ടിക്കറ്റ് ബാബു അറിയാതെ എന്നെ ഒന്ന് നോക്കുകയാണ്, എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളുണ്ടായല്ലോ എന്നുള്ള സന്തോഷത്തിൽ. അപ്പോൾ അയാൾ വളരെ ആവേശത്തോടെ പറയണം, കുശ് പൂച്ചിയ മത് ബാബു സാ, ഒന്നും പറയണ്ട എൻ്റെ സാറേ. ഉസ്നെ സിർ പർ സെ ടോപ്പി ഉത്താർത്തെ ഹുയെ കഹ, തൻ്റെ തലയിൽ വേർത്തിരുന്ന തൊപ്പിയെ എടുത്തു മാറ്റി അയാൾ. കാരണം അത്രയും നേരം ആ തൊപ്പി എടുത്ത് മാറ്റണം എന്ന് പോലും അയാൾക്ക് ബോധമില്ല. ആ രീതിയിലാണ് അയാൾ ജോലി ചെയ്യുന്നത്, വേർത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാക്കുകൾ അയാൾ ഒരല്പം ആശ്വസിപ്പിച്ചു. അയാൾ തലയിലിരുന്ന ടോപ്പി ഉത്താർത്തെ ഹുയെ കഹ, ഐസി പിസായി ഹോ രഹി ഹെ കി ഹിസാബ് നഹി, ഞങ്ങളിങ്ങനെ
പിസായി ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്, ഞങ്ങളെ ജോലി ചെയ്യിച്ചിങ്ങനെ ഊറ്റിയെടുക്കുകയാണ്. അതിന് കണക്കില്ല, ഹിസാബ് ഒരു കാൽക്കുലേഷനും ഇല്ല. നമ്മൾ എന്തുമാത്രം ജോലി ചെയ്യുന്നുണ്ടെന്ന് ആരും ഇവിടെ ഒരു കണക്കുമില്ല. कंपनी से स्टाफ बढ़ाने के लिए कहा तो നാമേം ജവാബ് ആയ. കമ്പനിയോട് സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടണമെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടു, പക്ഷെ പറ്റില്ലെന്നാണ് ഉത്തരം വന്നത്. महंगाई भत्ते के लिए दरख्वास्त दी तो कहते हैं विचार करेंगे. ഞങ്ങളുടെ സാലറി, അതായത് മഹങ്കായി, വില കൂടുന്ന സാധനങ്ങൾക്ക് വില കൂടുന്ന അനുസരിച്ച് ശമ്പളത്തിലൊരല്പം മാറ്റം വരണമെന്ന് ദർഖ്വാസ്ത് റിക്വസ്റ്റ് കൊടുത്തു. പക്ഷേ അവിടെ നിന്ന് വന്ന മറുപടി എന്താ? പരിശോധിക്കാം എന്ന് മാത്രമാണ്. അതായത് ശമ്പളത്തിലും വലിയ വ്യത്യാസമില്ല, ജോലി എടുപ്പിക്കുന്നതാണെങ്കിലോ ഭയങ്കരമായ ജോലിയും. ബഡി മുസീബത്ത് ഹെ, വളരെ പ്രയാസമാണ് ഞങ്ങളുടെ കാര്യം. ഖൈർ ആപ്കോ കഹാൻ ജാനാ ഹെ ബാബു സാഹബ്. എന്നിട്ട് ഇദ്ദേഹത്തോട്, നമ്മുടെ റൈറ്ററിനോട് വളരെ സ്നേഹത്തിൽ ആ ടിക്കറ്റ് ബാബു ചോദിക്കുകയാണ്, താങ്കൾക്ക് എവിടെ പോകണം സാറേ? കാരണം അയാൾക്ക് എന്തോ അയാളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരാളെ എങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു വല്ലാത്ത ആശ്വാസം അയാളുടെ ശബ്ദത്തിലുണ്ട്. മുझे उसने ഫൗറൻ ടിക്കറ്റ് ദേ ദിയ. എനിക്ക് അദ്ദേഹം പെട്ടെന്ന് ടിക്കറ്റ് തന്നു. അവർ ഉസി ഹോ ഹല്ലേ മേ പൂച്ച ആപ് കഹാ രഹത്തെ ഹെ ആപ് യഹാ രഹത്തെ ഹെ. എന്നിട്ട് ആ ബഹളത്തിൻ്റെ ഇടയിലും അയാൾ എന്നോട് ചോദിക്കുകയാണ്, താങ്കൾ ഇവിടെയാണോ താമസിക്കുന്നത്? മെനെ കഹാ ഹാ. ഞാൻ പറഞ്ഞു അതെ അതെ, എൻ്റെ സ്ഥലം ഇത് തന്നെയാണ്. ലൗഡ്കർ ജറൂർ ദർശൻ ദീജിയേക. മടങ്ങി വരുമ്പോൾ എന്നെ ഒന്ന് കാണണം, തീർച്ചയായിട്ടും എനിക്ക് താങ്കളെ കാണണം. ഉസ്നെ വഹീ സെ നമസ്കാർ കർത്തേ ഹുയെ കഹാ और उत्साह से खटाखट टिकट काट कर भीड़ चांटना शुरू कर दिया. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം എനിക്കൊരു വിഷ് ചെയ്തു, എന്നെ നമസ്തേ പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ചെയ്തതിനേക്കാൾ ഉത്സാഹത്തോടെ, കൂടുതൽ ആവേശത്തോടെ, സ്പീഡിൽ അദ്ദേഹം ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ആ 1-2 വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രയാസം സത്യസന്ധമായി ഞാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യനുണ്ടായ സ്വഭാവത്തിലുണ്ടായ മാറ്റം, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ പ്രവൃത്തികളിലുണ്ടായ മാറ്റം, ആ മനുഷ്യൻ്റെ സന്തോഷത്തിന് ഒരു തെളിവാണ്. छोटी सी घटना है, ഇതൊരു ചെറിയ സംഭവം മാത്രമാണ്. ലേക്കിൻ ഏക് സബക് സിഖാത്തി ഹെ, ഇതൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. സബക് സിഖാന, പാഠം പഠിപ്പിക്കുക. ഈ സംഭവം നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ബാത് തോ സച്ച് ഥി കി ടിക്കറ്റ് ബാബു കാ കാം ബഹുത് ബഡ് ഗയാ ഥാ. ഞാൻ പറഞ്ഞ കാര്യം 100% ശരിയാണ്. എന്താണത്? ടിക്കറ്റ് ബാബു, അതായത് ടിക്കറ്റ് കൊടുക്കുന്ന ക്ലർക്കുമാരുടെ ജോലി ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. യുദ്ധ കെ കാരൺ സബി മഹക്കമോ കാ യഹി ഹാൽ ഹെ. യുദ്ധം കാരണം എല്ലായിടത്തും ഈ അവസ്ഥ തന്നെയാണ്. ജിനോനെ താനെ കസേ ഉൻകെ ഖിലാഫ് ഉസ്കാ ദിൽ കടാ ഹോ ഗയാ. ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളെ ചീത്ത പറഞ്ഞവരോട് അയാൾക്ക് വിരോധം തോന്നി. അത് വാസ്തവമാണ്. മേനെ സഹാനുഭൂതി ദർശായി. ഞാനാണെങ്കിലോ അദ്ദേഹത്തിനോട് സ്നേഹമാണ് കാണിച്ചത്, സഹാനുഭൂതിയാണ് കാണിച്ചത്. തോ ഉസ്കാ ഹൃദയ മോം സാ ഹോ ഗയാ. ആ ദേഷിച്ച് മറ്റുള്ളവരോട് ദേഷ്യം വന്ന് വിറച്ചിരുന്ന ആ മനുഷ്യൻ്റെ മനസ്സ് എൻ്റെ നല്ല വാക്കുകളിൽ മെഴുകുതിരി പോലെയായി ഉരുകിപ്പോയി. അദ്ദേഹത്തിൻ്റെ ദേഷ്യം മുഴുവൻ മോം സാ ഹോ ഗയാ, മെഴുകുതിരി പോലെ ഉരുകിയില്ലാതായി. ഉസ്നെ കേവൽ മുझे ही नहीं बल्कि दूसरों को भी जल्दी जल्दी ടിക്കറ്റ് ദേനാ ശുരൂ കിയാ. അതിൻ്റെ ഫലം എന്തായി? അദ്ദേഹം എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വേഗത്തിൽ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. സഹാനുഭൂതിക്ക് ഉൻ ധോഡേ സെ ശബ്ദോനെ ഉസേ നയി താക്കത്ത് ദി. എൻ്റെ സഹാനുഭൂതിപൂർവ്വമുള്ള ആ 2-3 വാക്കുകൾ അദ്ദേഹത്തിന് കൊടുത്തത് ഒരു വലിയ ശക്തിയാണ്, ഒരു താക്കത്താണ്, ഒരു എനർജിയാണ്. മേരെ ശബ്ദ് മഹസ് ഉസേ ഖുഷ് കർണേ കെ ലിയേ നഹീ കഹേ ഗയേ ഥേ. ഓർക്കണം, എൻ്റെ വാക്കുകൾ അദ്ദേഹത്തിനെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞതല്ല. സച്ച് ഹൃദയസെ നിക്കലേത്, ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണത്. അത് പൂർണ്ണമായും സത്യസന്ധമായ വാക്കുകളാണ്. വഹ് ബാബു ഭി ഉസ് സച്ചായി കോ സമജ് ഗയാ. അതുകൊണ്ടാണ് ആ സത്യസന്ധതയെ ആ ഓഫീസറും തിരിച്ചറിഞ്ഞത്. ഉസ് പർ ഉൻകാ തുരന്ത് അസർ ഹുവാ. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിൽ ഇത് സ്വാധീനം ചെലുത്തിയത്. हो सकता है उसके मन को उन शब्दों से कुछ सांत्वना मिली हो. ഒരു പക്ഷേ എൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരുപാട് സമാധാനം നൽകിയിരിക്കാം. മുझे क्या
കീമത്ത് ദേനി പടി. എനിക്കാണെങ്കിലും ആ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? എനിക്കൊരു നഷ്ടവും ഉണ്ടായില്ല, ഒരു വിലയും കൊടുക്കേണ്ടി വന്നില്ല. കുച്ച് നഹീം, അതായത് ഞാൻ നിഷ്കളങ്കമായി സത്യസന്ധമായ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരു മനുഷ്യനിലുണ്ടാക്കിയ സന്തോഷവും ഉണർവും വളരെ വലുതാണ്. ഇതുപോലെ എനിക്കൊരു നഷ്ടവുമില്ലാതെ നിസ്വാർത്ഥമായി സത്യസന്ധമായി മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്നത് പോലും മറ്റുള്ളവരിൽ വല്ലാത്ത സന്തോഷമുണ്ടാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ दूसरों को खुशी देने के लिए केवल हमें सच्चे मन से निस्वार्थ भाव से बोलना है എന്നുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഈ കഥയിൽ അദ്ദേഹം പറയുന്നത്. കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും. एक बार और ഞാൻ കഥ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം. एक बार लेखक मुंबई जाने के लिए रेलवे स्टेशन गया. वहाँ भीड़ थी. लड़ाई के कारण टिकट बाबू का काम बढ़ गया था. टिकट के लिए लोग झगड़ने लगे. टिकट बाबू को ताने कशी देने लगे. तब लेखक ने कहा, आप लोग इस बाबू के काम के बारे में सोचिए. युद्ध के लड़ाई के कारण रेलवे के टिकट बाबू जैसे लोगों के काम बढ़ गए हैं. वे अपने काम अच्छी तरह करने की कोशिश कर रहे हैं, इसलिए हमें शांति से उनको काम करने देना है. ये बातें सुनकर टिकट बाबू खुश हो गए और वह अपने नाराज़गी को छोड़कर जल्दी जल्दी काम करने लगे. इस प्रकार सच्चे मन से सच्चाई कहने पर दूसरों के मन में खुशी हम ला सकते हैं. അർത്ഥം മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ആനന്ദ് കി ഫുൽച്ചെടി വളരെ പ്രധാനപ്പെട്ട ലെസനാണ്. ഇതിൽ ഓരോ ഘടനയും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇതും നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക, ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ.